ആദ്യം ഭരണഘടനയെ അപമാനിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും വ്യക്തിപരമായി കുഴി തോണ്ടി. ഇപ്രാവശ്യം ചെയ്തത് കുറച്ചുകൂടി കടന്ന കൈയായി. അതായത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞു, അതായത് പിണറായി വിജയൻ്റെ രണ്ടാം വരവ്, രണ്ടാം സർക്കാർ സത്യത്തിൽ കേരളത്തിലെ ക്രൈസ്തവരുടെ ഒരു ചുവട് മാറ്റം കൊണ്ട്, ക്രൈസ്തവരുടെ നിലപാടിലുള്ള മാറ്റം കൊണ്ടാണ് രണ്ടാമതൊരു ഊഴം കിട്ടിയതെന്ന് നിഷേധിക്കാൻ കഴിയുമോ CPM-നും LDF-നും? സെൻട്രൽ ട്രാവൻകൂർ ബേസ് ചെയ്തിട്ടുള്ള കേരള കോൺഗ്രസുകളുടെ പോളറൈസേഷൻ അല്ലേ സത്യത്തിൽ രണ്ടാം ഊഴത്തിന് പിണറായി വിജയന് ഒരു അവസരമൊരുക്കിയത്? ആ അവസരമൊരുക്കിയവരെ ഇത്തരത്തിലാണോ ഒരു മന്ത്രി നന്ദി പ്രകടിപ്പിക്കേണ്ടത്? ഈ തരത്തിലാണോ പുച്ഛിച്ച് സംസാരിക്കേണ്ടത്? അവരുടെ മുഖത്താണോ കാർക്കിച്ച് തുപ്പേണ്ടത്? ഇതിനു മുമ്പ് ഞാൻ ഓർക്കുകയാണ് നമ്പ്യാർജി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളുടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദർശങ്ങളുടെ, ആ അടിയുറച്ച വിശ്വാസങ്ങളുടെ പ്രതിഫലനം, അത് സമൂഹത്തിൽ ചെലുത്തിയ ആ ഒരു മാറ്റം, ആ സമൂഹത്തിൽ ചെലുത്തിയ സ്വാധീനത്തിൻ്റെ ഭാഗമായി വടക്കൻ ജില്ലകളിൽ മുസ്ലിം പെൺകുട്ടികൾ തട്ടമുപേക്ഷിച്ചു എന്ന് ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞു. അഡ്വക്കേറ്റ് അനിൽകുമാർ, ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പറഞ്ഞതേ ഓർമ്മയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഇതിലെ വട്ടം സ്റ്റിച്ചിടിച്ചു. പറഞ്ഞു തീർന്ന് നാവെടുക്കുന്നതിന് മുമ്പ് AN ആരിഫും ജലീലും കൂടി ചാടിയിറങ്ങി, ഇങ്ങോട്ട് കയറി പണിയാൻ നിൽക്കണ്ട, മിണ്ടാതിരുന്നാ മതി. അതായത് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗത്തെ പാർട്ടി അംഗത്വം പോലുമില്ലാത്ത ജലീൽ പണി പഠിപ്പിച്ചു. ഒരു സമുദായത്തിന്റെ മുന്നിൽ, ഒരു സമൂഹത്തിന്റെ മുന്നിൽ CPM എന്ന് പറയുന്ന വലിയ കോളൻ നിവർത്തി നിർത്തി വാളിന്റെ മുന്നിൽ കൂടി നടന്നെന്നൊക്കെ ചരിത്രം പറയുന്നവർ മുട്ടയിലെഴയുന്ന കാഴ്ച നമ്മൾ കണ്ടു. കേരള സമൂഹത്തിൽ മാനം പോയി CPM-ന്റെ. കഴിഞ്ഞില്ല. പാർട്ടി സെക്രട്ടറി ഇടപെട്ടു. അങ്ങനെ ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, അങ്ങനെ തട്ടവിട്ടതൊന്നും തട്ട ഉപേക്ഷിച്ചതൊന്നും CPM-ന്റെ നേട്ടമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേട്ടമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്തരം കാര്യങ്ങളിലൊന്നുമില്ല, തട്ടമിടിയിക്കുന്നതിലാണ് താല്പര്യം എന്ന മട്ടിലായി പാർട്ടി സെക്രട്ടറിയുടെ അതിനകത്ത് വന്ന അഭിപ്രായങ്ങൾ. എന്നാൽ ക്രൈസ്തവരുടെ പുരോഹിതർക്കെതിരെ, മതമേലധ്യക്ഷർക്കെതിരെ വീഞ്ഞു മാറ്റിയതും രോമാഞ്ചവും അടക്കമുള്ള വൾഗർ വർത്താനം പറഞ്ഞിട്ട് എന്താ ഗോവിന്ദൻ മാഷെ മിണ്ടാത്തെ? ഗോവിന്ദൻ മാഷിന് കേട്ടില്ല എന്നുണ്ടോ? പാർട്ടി സെക്രട്ടറിക്ക് ഇപ്രാവശ്യം അഭിപ്രായം പറയണ്ടേ? വോട്ട് വേണ്ട. കാരണം കെന്നഡി അവൻ പാവം അല്ല, അവനൊരു പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന അവൻ ഉണ്ടാക്കാത്തത് കൊണ്ടാണോ? അവൻ അത്തരത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടാണോ? അവൻ വഴിതെറ്റി പോകാത്തത് കൊണ്ടാണോ? അവൻ ദേശസ്നേഹം പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണോ? അവൻ ഭരണഘടന അനുസരിക്കുന്നത് കൊണ്ടാണോ? അവൻ ജനാധിപത്യ രീതിയിൽ ഈ നാട്ടിൽ ജീവിക്കുന്നത് കൊണ്ടാണോ? അവൻ മറ്റു സമൂഹങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ഈ നാട്ടിൽ ആ എല്ലാ അർത്ഥത്തിലും ഒരു മര്യാദ പാലിച്ചുകൊണ്ട്, കീഴ്വഴക്കങ്ങൾ പാലിച്ചുകൊണ്ട് അവൻ ചേർന്ന് ജീവിക്കുന്നതുകൊണ്ടാണോ? അതോ അവന് മലരും കുന്തിരാവാക്യവും പോയിട്ട് ജീസസ് നീണാൾ വാഴട്ടെ എന്നും ബാക്കി എല്ലാവരും മുടിഞ്ഞു പോകട്ടെ എന്നും മൈക്കിലൂടെ 5 നേരം വിളിച്ചു പറയാൻ അവൻ ആംബിയറില്ലാത്തതുകൊണ്ടാണോ? അവൻ കഴിഞ്ഞ 10 കൊല്ലവും 70 കൊല്ലമായിട്ട് ഈ തരാമെന്നും ഞങ്ങൾ വരുമ്പോൾ എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്ന ഈ വാഗ്ദാനങ്ങളും മാത്രം കേട്ട് സ്ഥിരമായി പറ്റിക്കപ്പെടാൻ അവൻ നിന്നു കൊടുത്തതുകൊണ്ടാണോ? അതോ അവന്റെ അവകാശം കൂടി മറ്റ് സമുദായക്കാർ കൈയിട്ട് വാരി കൊണ്ടുപോകുമ്പം നിന്ന് മോങ്ങാൻ മാത്രം അവന് പഠിച്ചത് കൊണ്ടാണോ? പക്ഷേ ഇന്ന് ഒരു കാര്യം വ്യക്തം, അതിന് മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇഫ്താർ പാർട്ടി മാത്രമല്ല ആഘോഷിക്കാൻ ഈ നാട്ടിൽ തയ്യാറാവുന്നത്. ഇവിടെ നാളിതുവരെ ഇഫ്താർ പാർട്ടി മാത്രമേ നടന്നിട്ടുള്ളൂവെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കാനും ആളുണ്ടാവുന്നു. ഇരു മുന്നണിക്കാരും ഹമാസിന് വേണ്ടി ഇവിടെ ജയ് വിളിക്കുകയും തീവ്രവാദികൾക്ക് വേണ്ടി നാടുനീളെ റാലി നടത്തുകയും ചെയ്യുമ്പോൾ ഒന്നാലോചിക്കേണ്ടേ എന്താണ് ഹമാസിന്റെ ചരിത്രമെന്ന്? എന്താണ് ലോകമാധ്യമങ്ങൾ, എന്താണ് ലോകരാജ്യങ്ങൾ ഹമാസിനെ കുറിച്ച് വിലയിരുത്തുന്നത്? അതിന്റെ പുറകെ തൂങ്ങുമ്പോൾ
നിങ്ങൾ എന്ത് കരുതി? ആ തീവ്രവാദം മാത്രം ഈ ലോകത്തിന് സംഭാവന ചെയ്യുന്ന ഹമാസിന് വേണ്ടി റാലി നടത്തിയപ്പോ നിങ്ങൾ എന്ത് ആദർശം പറഞ്ഞുകൊണ്ടാണ് അതിന്റെ പുറകെ നടക്കുന്നത്? സത്യത്തിൽ കേന്ദ്രം BJP ഭരിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ ഗതി വന്നേനെ. ഞാൻ തീർത്തു പറയുന്നു, കേന്ദ്രത്തിലെ BJP സർക്കാർ പോയാൽ കേരളത്തിൽ ക്രിസ്ത്യാനികൾ ബാക്കിയുണ്ടാവില്ല. UDF-നും വേണ്ട, LDF-നും വേണ്ട. എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികൾ ഉറച്ചു ചിന്തിച്ചോളൂ. ഞാൻ പറയുന്നത് സത്യമാണെങ്കിൽ മാത്രം നിങ്ങൾ വിലക്കെടുത്താൽ മതി. കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങളൊന്ന് പഠിക്കാൻ ശ്രമിച്ചോളൂ.